ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഡെർമാക്കോൻ്റെ ഡ്രൈ സ്കിന്നുകാർക്കുള്ളൊരു മോയ്സ്ചറൈസർ പരിചയപ്പെടാം. ഇതിൽ വിറ്റാമിൻ ഇയും പിന്നെ അതേപോലെ ലാക്റ്റിക് ആസിഡും അടങ്ങിയിട്ടുണ്ട്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഈ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണേ. ഞാനിതല്ല യൂസ് ചെയ്യണേ, കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. കഴിവതും ഞാൻ ഇടയ്ക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറില്ല, കാരണം ഓയിലി സ്കിന്നായതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഓയിലി ഫീൽ ആവുന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഇതല്ല കേട്ടോ യൂസ് ചെയ്യണത്, ഇത് ഡ്രൈ സ്കിന്നുകാർക്കുള്ളതാണ്. ഈ മോയ്സ്ചറൈസർ നിങ്ങൾക്ക് രാവിലെയും രാത്രിയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസിലും നെക്കിലൊക്കെ ചെറിയ എല്ലായിടത്തും ഡോട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പതുക്കെ സർക്കുലർ മോഷനിൽ വേണം മസാജ് ചെയ്യാൻ. മസാജ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ പിന്നെ കഴുകി കളയുകയോ ഒന്നും ചെയ്യരുത്, അങ്ങനെ തന്നെ അത് വെക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് രാത്രിയും ഇതേപോലെ ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന ചുളിവുകൾ, പിന്നെ അതേപോലെ പാടുകൾ, കരിവാളിപ്പ് ഒക്കെ മാറാനായിട്ട് ഈ മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും. ഡെയിലി യൂസ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. പിന്നെ ഇത് സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. നിങ്ങൾ എന്ത് കാര്യം സെലക്ട് ചെയ്യുമ്പോൾ സൾഫേറ്റ് ആൻഡ് പാരബൻ ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങൾ വേണം നിങ്ങൾ സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് മോയ്സ്ചറൈസർ വാരി തേക്കരുത് കേട്ടോ ഫേസിൽ. ഞാൻ പറഞ്ഞ പോലെ ഡോട്ടായിട്ട് വേണം തേക്കാനായിട്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും വർക്കാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഇരിക്കും കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും ചില സ്കിന്നുകാർക്ക് അത് വർക്ക് ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ട്രൈ ചെയ്താലേ നമുക്ക് എന്തും പറയാൻ പറ്റൂ കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.